ഹലോ ഫ്രണ്ട്സ്, ഒരു ഡിന്നറിന് വേണ്ടിയുള്ള ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാൻ ഇത്ര എളുപ്പമായിരുന്നോ? ഈസിയായി വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 2 ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, അല്പം കറിവേപ്പില. അതിനുശേഷം നമ്മൾ അടുപ്പിലേക്ക് ഒരു കുക്കർ തയ്യാറാക്കി വയ്ക്കുക. കുക്കർ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 4 പീസ് ചിക്കന് വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. 4 പീസ് ചിക്കന് ഞാൻ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് ഉള്ളിയാണ്. ഉള്ളി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. 1 മിനിറ്റ് നേരം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വഴറ്റിയെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ചിക്കൻ കറി വളരെ ഈസിയാണെന്ന് ഞാൻ പറയുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് 2 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ എല്ലാ പച്ചക്കറികളുടെയും പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്ലെയിം അത്യാവശ്യം ഒരു മീഡിയത്തിൽ ഇരിക്കുന്നതാണ് നല്ലത്. ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം തന്നെ ചിക്കൻ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയും പെപ്പർ പൗഡറുമാണ്. അത് നമുക്ക് അവസാനം ചിക്കൻ വേവിച്ച ശേഷവും ചേർക്കാം. അല്ലാതെ എളുപ്പത്തിന് വേണമെങ്കിൽ ഇപ്പോഴും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറന്നു വരുന്ന രീതിയിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാവും. ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 പീസ് കഴുകി വച്ചിരിക്കുന്ന ചിക്കനാണ്. ഒരു മീഡിയം വലുപ്പമുള്ള 4 പീസസാണ്. ഒരാളുടെ പോർഷൻ എന്ന രീതിയിൽ, ഒരാൾക്ക് കഴിക്കാൻ പറ്റാവുന്ന പോർഷൻ എന്ന രീതിയിലുള്ള ഒരു കറിയാണിത്. നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചിക്കൻ വേവാൻ ആവശ്യമായ ഒരു 1/4 കപ്പോളം വെള്ളമാണ്. ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പായി നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചു തുടങ്ങിയ നമ്മുടെ കറിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള അവസാന ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കേണ്ടത്. മല്ലിയില കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 മുതൽ 3 വരെ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലൂടെ ചേർത്ത് കറി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച്
വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ച് വെച്ച് വിസിൽ വന്ന് എയർ മുഴുവനായി പുറത്ത് പോയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറന്ന് നോക്കാൻ പാടുള്ളൂ. കുക്കർ തുറന്ന് നോക്കുമ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചൂടോടെ സെർവ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്